അഭിമന്യ ചേപ്പാട് ഫിലിപ്പോസ് മാർ ദിവനാസിയോസ് തിരുമേനിയെ പറ്റിയുള്ള ഒരു നേർചിത്രം നമ്മുടെ മുമ്പിൽ കൃത്യമായി വരച്ച് കാണിക്കപ്പെട്ടു കഴിഞ്ഞു. ആ പിതാവിനെ പറ്റി പറയുവാൻ പല കാര്യങ്ങൾ മനസ്സിലുണ്ട് എങ്കിലും പറയുവാനുള്ള മിക്കവാറും കാര്യങ്ങളും ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ കുറിയിട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ആ പിതാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പിതാവാണ് ചേപ്പാട്ട് തിരുമേനി. തിരുമേനി എന്തേ ഇങ്ങനെയായി തീർന്നു എന്ന് ചോദിച്ചാൽ തിരുമേനി കൊച്ചിലെ പരിശീലിക്കപ്പെട്ടവനായിരുന്നു. ഉത്തമമായ ഗുരുക്കന്മാരാൽ അദ്ദേഹം പരിശീലനം നേടിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലേക്കൊന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മലങ്കര സഭയുടെ മഹാമൽപ്പാനായിരുന്ന മലയാളത്തിലേക്ക് സുവിശേഷം ആദ്യമായി പരിഭാഷപ്പെടുത്തിയ കായംകുളം ഫിലിപ്പോസ് റമ്പാന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ചേപ്പാട്ട് ദിവനാസിയോസ് തിരുമേനി. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാമലശ്ശേരി കോനാട്ട് യാക്കോബ് മൽപ്പാന്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി താമസിച്ച് ഉപരിപഠനം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു അഭിമന്യ ചേപ്പാട്ട് തിരുമേനി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മൽപ്പാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഫിലിപ്പോസ് മൽപ്പാൻ എന്ന പേരിൽ അനേകർക്ക് ഗുരുവും വഴികാട്ടിയുമായിരുന്നു ചേപ്പാട്ടുമാർ ദിവനാസിയോസ് തിരുമേനി നിയോഗിതനായിരുന്നു എന്ന് പിതാക്കന്മാരെല്ലാം കൃത്യമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വന്നത് തന്നെ ഇവിടെ ഓർപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ ദൈവനിയോഗം എന്ന നിലയിൽ മത്യാസിനെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ ചീട്ടിട്ട് ആ സ്ഥാനത്തേക്ക് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായോ ഒരുപക്ഷെ അവസാനമായോ എനിക്കറിയില്ല, പക്ഷേ ചീട്ടിട്ട് ദൈവനിയോഗത്താൽ ആ സ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ദൈവനിയോഗം കൃത്യമായി പ്രതിഫലിച്ചിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ദിയസ്കോറോസ് തിരുമേനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ആവർത്തിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 1825 മുതൽ മരണം വരെയുള്ള മുഴുവൻ കാലഘട്ടത്തിലും പ്രതിസന്ധികളുടെ തീച്ചൂളയിൽ അകത്തുനിന്നും പുറത്തുനിന്നും ഭരണക്കാരുടെ കയ്യിൽ നിന്നും അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ള ആ തീച്ചൂളുകളെ പ്രതിസന്ധികളെ പ്രാർത്ഥന കൊണ്ട് ദൈവനിയോഗം തിരിച്ചറിഞ്ഞ് നേരിട്ട ഒരു പുണ്യപിതാവായിരുന്നു ചേപ്പാട്ടുമാർ ദിവനാസിയോസ് തിരുമേനി. ഇവിടെ ബാബാ തിരുമേനി ഓർപ്പിച്ചതുപോലെ തന്നെ തൊഴിയൂർ സഭയുടെ പുത്തൂർ മാർ കൂറിലോസിനെ വാഴിച്ച് സ്ഥാപിക്കുവാൻ നൽകിയപ്പോൾ ആദ്യമായി മാർത്തോമായുടെ സിംഹാസനത്തിൽ ആരുടനായിരിക്കുന്ന മലങ്കരയുടെ ബലഹീനനായ ഫിലിപ്പോസ് മാർ ദിവനാസിയോസ് എന്ന് രേഖപ്പെടുത്തി മലങ്കര മെത്രാപ്പൊലീത്തായുടെ അവകാശ അധികാരങ്ങളെ പറ്റി മാർത്തോമായുടെ സിംഹാസനത്തെ പറ്റി വരും തലമുറയ്ക്ക് അദ്ദേഹം കൃത്യമായി അടയാളപ്പെടുത്തി കൊടുത്തു എന്നുള്ളതും എന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ളതും അദ്ദേഹത്തോട് എനിക്ക് ഏറെ ബഹുമാനം തോന്നിയിട്ടുള്ളതുമായ ഒരു കാര്യം ദിയസ്കോറോസ് തിരുമേനി കൽക്കട്ടയിലെ ആംഗ്ലിക്കൻ ബിഷപ്പ് ഡാനിയൽ വിൽസന്റെ കാര്യം പരാമർശിച്ചപ്പോൾ തിരുമേനി പറയുമെന്ന് ഞാൻ ചെവി കൂർപ്പിച്ചിരുന്നതായ ഒരു സംഗതി, അകത്തുനിന്നും പുറത്തുനിന്നും ഒപ്പിടാനുള്ള സമ്മർദ്ദം ആ ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും സഭയ്ക്കകത്തു നിന്നും ഭരണകർത്താക്കളിൽ നിന്നും ഒക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ ഒപ്പിടുവാനുള്ള അവകാശം എനിക്കില്ല, മലങ്കരയുടെ പള്ളിയോഗത്തിന് മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ അധികാരവും അവകാശവുമുള്ളൂ എന്ന് തൻ്റെ ഇടത്തോട് മുഖത്ത് നോക്കി പറഞ്ഞ ബിഷപ്പ് ഡാനിയൽ വിൽസൺ എന്ന് പറഞ്ഞാൽ ഭരണത്തിന്റെ പ്രതിനിധിയാണ്. ആ ഭരണാധികാരികളുടെ ആനുകൂല്യങ്ങൾ വാഗ്ദാനങ്ങളായി വന്നു. അന്നത്തെ കാലത്ത് 1000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 10 കോടിയോ 15 കോടിയോ മേളിൽ വിലമതിക്കുന്ന 1000 രൂപയും ഉന്നത സ്ഥാനമാനങ്ങളും സർക്കാരിൽ നിന്നും അവരിൽ നിന്നും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെയൊക്കെ മാറ്റിവെച്ച് ഓർക്കണം, പട്ടിണിയുടെയും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും കാലത്തിൽ ഇത്രയും വലിയ വാഗ്ദാനം തന്റെ മുമ്പിൽ വന്നിട്ട് ആ വാഗ്ദാനത്തെ സഭയുടെ സുനിജവുമാവപ്പെട്ട സത്യവിശ്വാസത്തെയും സ്വാതന്ത്ര്യത്തെയും അഖണ്ഡതയും വിദേശികൾക്ക് മുമ്പിൽ അടിയറ വെക്കുവാതിരിക്കുവാൻ മാർത്തോമായുടെ സിംഹാസനത്തിന്റെ പൗരാണികമായ പ്രാധാന്യത്തെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് മലങ്കര സഭയുടെ പള്ളിയോഗത്തിന് മാത്രമേ തീരുമാനമെടുക്കുവാൻ അധികാരമുള്ളൂ എന്ന് പ്രഖ്യാപിച്ച പുണ്യവാനായ പിതാവാണ് ഫിലിപ്പോസ് മാർ ദിവനാസിയോസ് ചേപ്പാട്ട് തിരുമേനി. പ്രിയമുള്ളവരെ,
പാലക്കുന്നത്ത് മെത്രാച്ചനുമായി ബന്ധപ്പെട്ട് ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അദ്ദേഹം ഓർത്തിരിക്കേണ്ടതായ ഒരു സംഗതിയുണ്ട്. പാലക്കുന്നത്ത് മെത്രാച്ചൻ അവകാശവാദം ഉന്നയിച്ചപ്പോൾ പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് അദ്ദേഹം മലങ്കര മക്കൾക്ക് കൊടുത്തതായ ഒരു പൊതുകൽപ്പനയിൽ പരാമർശിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: അദ്ദേഹത്തിന്റെ മേൽപ്പെട്ട സ്ഥാനം സാധുവാണ്, അത് നാം അംഗീകരിക്കുന്നു. മക്കളെ, പക്ഷേ അദ്ദേഹം പട്ടമേറ്റത് ഒരു വിദേശ സിംഹാസനത്തിൽ നിന്നാണ്. ഒരു വിദേശിക്ക് ഭരണം കിട്ടിയാൽ പിന്നെ നമ്മുടെ ദേശീയതയും നമ്മുടെ അഖണ്ഡതയും നശിച്ചു പോകും എന്നുള്ളത് കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയാൽ പുതുപ്പള്ളി പള്ളിയിൽ നിന്ന് അദ്ദേഹം ഇറക്കിയ പൊതുകൽപ്പനയിൽ സഭയുടെ ദേശീയത കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ പറ്റി കൃത്യമായി ചേപ്പാട്ട് തിരുമേനി പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് എത്രമാത്രം മലങ്കര സഭയുടെ ദേശീയതയിൽ അദ്ദേഹം ഊന്നിയിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. തീർച്ചയായും സഭയുടെ പിന്നോട്ടുള്ള ചരിത്രത്തിൽ കേസുകളും ഒക്കെ ഉണ്ടായ സമയത്ത് തിരുമേനി എടുത്തിട്ടുള്ളതായ തീരുമാനങ്ങളും തിരുമേനിയുടെ കൽപ്പനകളും തിരുമേനിയുടെ നിരവധി കത്തുകളുമൊക്കെ തെളിവായി കോടതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, എക്സിബിറ്റായി കൊടുക്കുവാൻ സാധിച്ചത് കൊണ്ടാണ് സഭയ്ക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചിട്ടുള്ളത്. സഭയുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യവും അനുസരിച്ച് ഒരു വ്യക്തി അവൻ പരിപൂർണനായി അവൻ്റെ കാലശേഷം അടയാളപ്പെടുത്തണമെങ്കിൽ തൻ്റെ പിൻഗാമികൾ, ലീഗൽ സക്സസേഴ്സ്, അത് നിയമാനുസൃത അവകാശികളും തൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ തൻ്റെ ശേഷക്രിയ യഥാവിധം നടത്തുന്നുവെങ്കിൽ മാത്രമേ അവൻ പരിപൂർണനാകുകയുള്ളൂ. ചേപ്പാടുകാരെ ഞാൻ അനുമോദിക്കുന്നു. ചേപ്പാട്ട് തിരുമേനിയെ ഭാരതീയ പൈതൃക സംസ്കാരം അനുസരിച്ച് പരിപൂർണൻ എന്ന് വിശേഷിപ്പിക്കത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഓർമ്മ പെരുന്നാളുകളും ഒരു ഓർമ്മപ്പെടുത്തലായി കൃത്യമായി തലമുറയുടെ മുമ്പിൽ വരച്ചു കാട്ടുവാൻ നേതൃത്വം കൊടുക്കുന്ന ചേപ്പാട് ഇടവകയും ഈ ദേശത്തെയും പ്രത്യേകമായി സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്ന പേരിൽ കൃത്യമായി അനുമോദിച്ചുകൊണ്ട് ആ പുണ്യപിതാവിന്റെ മധ്യസ്ഥത ഇന്നും സഭയ്ക്കൊരു മാതൃകയാവട്ടെ, മധ്യസ്ഥതയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താലന്തുകളെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ച ആ പുണ്യപിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ബലഹീനായി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.